Hi friends, we have reached Airavateshwara temple and this small village called Dharasuram. Where we are going now is Airavateshwara temple, which is taken care by Archaeological Survey of India. First one which we are going is a Shiva temple. Rajaraja Chola II succeeded his father Kulatunga Chola II in 1150 AD. ഇതൊരു 12th century AD ടെമ്പിൾ ആണ്. ആൻഡ് ധാരാസുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വില്ലേജ് ആണ്. ഇഫ് യു കമ്മിങ് ബൈ ബസ് ഫ്രം കുംഭകോണം, ഇറ്റ്സ് ലൈക്ക് 10 minutes വാക്ക് ഫ്രം ദ ധാരാസുരം ബസ് സ്റ്റാൻഡ്. ആൻഡ് ഈ ഒരു സ്ഥലം വിച്ച് ഈസ് ദ ഓൾഡ് ക്യാപിറ്റൽ ഓഫ് ചോല, ആ ഒരു സ്ഥലത്തിന്റെ പേര് പഴയറൈ എന്ന് പറയും. ഇത് ഇവിടെ നിന്ന് ധാരാസുരം നിന്ന് ജസ്റ്റ് ഫ്യൂ കിലോമീറ്റേഴ്സ് യു വിൽ റീച്ച് പഴയറൈ. And that is where we have the Chola Maligai and also Patishwarar Kovil. നമ്മളിപ്പോ ഈ ഒരു അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി ആ ഒരു ലോൺസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആസ് എനി അതർ സ്മോൾ വില്ലേജ് യു ക്യാൻ സീ ദ കിഡ്സ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ ടെമ്പിൾ ഗ്രൗണ്ട്സ്. നല്ലൊരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ ചെല്ലണത്. ഒരു 4 മണി 4:30 സമയമായി കാണും. ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ഇൻ ടു സ്പെൻഡ് ദെയർ ഈവനിങ്. നമുക്കിപ്പോൾ ഇവിടുന്ന് ആ ഒരു വിമാനം കാണാൻ പറ്റും. യു ക്യാൻ സീ ദ ടെമ്പിൾ വിമാന. ആ ടെമ്പിളിന്റെ വാളിന്റെ മുകളിൽ നിറയെ യു ക്യാൻ സീ ദ നന്ദി. ആൻഡ് ലോൺസിൽ ഫുള്ളും ഉള്ള ട്രീസ് അത് അങ്ങനെയുണ്ട്. പഴയ ആ സമയത്തുള്ള ആ ഒരു ട്രീസ് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. എല്ലാം ഈ ടാമറിൻ പുളിമരാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ ഈ വഴി നേരെ പോയിട്ട് നേരെ കോവിലേക്ക് പോവാം. So now we are in the parking slot. So ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് we are going to the temple. ഐരാവതേശ്വര ടെമ്പിളിന്റെ പ്രത്യേകത വെച്ചാൽ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു അമ്പലമാണ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് അണ്ടർ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെന്റ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഓഫ് ദ ചോല ടെമ്പിൾസ് ആൻഡ് ബ്യൂട്ടിഫുൾ വൺ. Hi friends, we are at Airavateshwara temple. This is a World Heritage Monument built by Rajaraja Chola II, and we will go inside and have a look. Before we go in, this is the entry to the temple. And this mandapa here, please come this way. ഈ അമ്പലത്തിലെ ഓരോ കല്ലിനും ഒരു കഥ പറയാനുണ്ട്. ഓരോ കല്ലിനും അതിൻ്റെതായ ഒരു ഭയങ്കരമായിട്ടുള്ള കാവിങ്സ്. നമ്മൾ ഈ ഒരു മണ്ഡപത്തിന് തൊട്ട് പുറകിൽ ഇപ്പോൾ കാണുന്നത് അത് ബലിപീഠം. ആ ബലിപീഠത്തിലേക്കുള്ള സ്റ്റെപ്സ്, പടിക്കെട്ട് കണ്ടോ, അതൊരു 7 പടിക്കെട്ടുകളാണുള്ളത്. അതിൻ്റെ സൈഡിൽ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ആനയുടെ തുമ്പിക്കൈയുടെ ആ ഒരു ഷേപ്പിലാണുള്ളത്. പക്ഷെ ആ പടിക്കെട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാം ഈക്വലായിട്ടാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഹോൾസും ഇല്ല, എയർ പാസേജ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും പഴമയാർന്ന, അതുതന്നെ 12th century AD പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സ്റ്റെപ്സ്. ആൻഡ് ഈ സ്റ്റെപ്സ് പ്രൊഡ്യൂസസ് 7 different sounds, which is classical notes of the Carnatic music. ഇങ്ങനെയുള്ള ഒരു മ്യൂസിക്കൽ സ്റ്റെപ്സ് വേറെ എവിടെയും ഉണ്ടാവില്ല. അതിന് ധാരാസുരം തന്നെയാണ് ആൻസർ. ഇതാണ് ഇതിന്റെ ടെമ്പിൾ രഹസ്യം, ഇതാണ് ഇതിന്റെ മിസ്റ്ററി, ഇതാണ് നമ്മുടെ തംബ്നെയിലിൽ നമ്മളെല്ലാവരെയും അറിയിക്കാൻ ഉദ്ദേശിച്ചത്. ബലിപീഠത്തിന് തൊട്ട് മുമ്പില് നന്ദി മണ്ഡപം. ആ നന്ദി മണ്ഡപത്തിലേക്ക് 5 പടിക്കെട്ടുകളാണുള്ളത്. അതിൽ ഓരോ പടിക്കെട്ടിലും മൈക്രോ കാവിങ്സ് നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമായിട്ടാണ്, ഇഞ്ച് ബൈ ഇഞ്ച്, സെന്റിമീറ്റർ ബൈ സെന്റിമീറ്റർ അത് കാവ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നന്ദി മണ്ഡപത്തിന് ഒരു 2 പില്ലർ വെച്ചിട്ടുള്ള ഒരു എൻക്ലോഷറാണുള്ളത്. അത് ബാക്കിയുള്ള ചോള ടെമ്പിൾസിനേക്കാളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൃഹദേശ്വരയിലും ഗംഗൈകൊണ്ട ചോളപുരത്തിലുള്ള നന്ദി ഹ്യൂജ് ആണ്. എന്നാൽ ഇവിടെയുള്ളത് ചെറിയൊരു നന്ദിയാണ്. പക്ഷെ ആ ഒരു നന്ദി മണ്ഡപത്തിന്റെ ആ ഒരു കാവിങ്സിന്റെ ഒരു
അഴക്, അതിൻ്റെ ഒരു ഭംഗി, അത് അമേസിങ്. അത് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. The granite stones was not available in the vicinity of Dharasuram, and the temple was constructed with the granite stones, which is made available from almost 80 kilometers away from this place. And amazing how they have transported all these things from. മ്യൂസിക്കൽ സ്റ്റെപ്സിനെ കുറിച്ചുള്ള ഒരു എപ്പിഗ്രാഫിക്കൽ എവിഡൻസും നമുക്ക് ആർക്കിയോളജി ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ബുക്സിലും വായിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. ഇതൊരു മോൾട്ടൺ റോക്ക് ഫോം ആയതിനു ശേഷം അങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് വേരിയേഷൻ ഉണ്ടാക്കിയെന്നാണ് ചില ആൾക്കാർ പറയണത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിവേ ഇതിൻ്റെ ആ ഒരു ടെക്നോളജി, ആ അമ്പലം പണിതോടുകൂടിയിട്ട് ആ ടെക്നോളജിയുടെ രഹസ്യമായിട്ട് തന്നെ നിലനിന്ന് പോരാണ്. നമ്മളിപ്പോൾ രാജഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കയറി എല്ലാ റോക്സും ഇത് കട്ട് ചെയ്ത് അതൊരു ഇന്റർലോക്കിംഗ് സിസ്റ്റമിലാണ് ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇൻസ്ക്രിപ്ഷൻസ്, അതിലെല്ലാം ഓൾഡ് തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, ചോള പീരീഡ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഹായ്, ഐരാവതേശ്വര ടെമ്പിളിൻ്റെ അകത്തേക്ക് നമ്മൾ വന്നു. സോ ദിസ് ഇസ് റിയലി യുണീക്ക് ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഈസ് മിനിയേച്ചർ carvings on the granite, thousands of miniature paintings all around the prakaram is this carvings, and you can see here it's like the lion figures here. You can see that facing this way, and also down below also we have the carvings like fighting elephants and the drummers. It's all unique. So the temple is on a higher platform. അമ്പലക്കുളത്തിന്റെ പേര് യമതീർത്ഥം എന്നാണ്. ഇതിന്റെ പുരാണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the Airavadeshwarar cured the Yama who was suffering under a rishi's curse from a burning sensation all over the body, and Yama took a bath in the sacred tank and was get rid of the burning sensation. Is Ardhanarishwara. Yeah. Okay. Oh, now only I noticed it. Yeah. Wow, super. ரொம்ப அழகா இருக்குல்ல? ரொம்ப அழகா இருக்கு. Ardhanarishwara, Parvati and Shiva together, and with Shiva's three face. Is it? Yes. So that is really nice. See, the mythology of this temple is like Airavata, the elephant, white elephant of Indra, had restored whiteness, the milky white texture after taking a bath in the temple tank. So this is what exactly the mythology goes like. The name of this temple has been derived. And then the Airavata has they came and prayed to the Shiva. So the Shivalingam is inside. We will be able to go inside. This is a temple where you can go really inside up to the Shivalingam. The Chola temples, basically we can go inside the sanctum up till the Shivalinga, like the Tanjore temple as well as the this Airavadeshwara temple. So the architecture is basically like you can see the steps, highly ornated steps, and also with the chariot wheels. One on the east side denotes the day, and one on the other side is on the western side. So you can see the chariot and the horse-driven chariot. So this is a concept of this Airavadeshwara temple. See the Rajagambiran Tirumandapam. It's interesting to see the yali on the bottom of the pillar. Really huge temple.
and also you can see here the temple is in the chariot form, and it is believed that it has come from the heaven. So this chariot wheel, if we count it, it is like 32 spokes, and the elephants on either side of the steps, so done that it has been stacked one on the other and given the shape. And just on the outer side you can see all these idols of the gods, and that's a lady with a mirror. Like many hundreds, thousands of these carvings are there. Temple the Vimana, it's 80 feet high with 5 tires. So 5 നിലകളിൽ stack ചെയ്ത് വെച്ചിരിക്കുകയാണ്. And this type of construction, they have stacked the stone and then later carved it so that it will not have damage. and on the border you can see these miniature carvings. ഈ കാർവിങ്സ് അത് ഈ വാളിന്റെ അവിടെ നിന്ന് ഒരു 2 meters തള്ളിയിട്ട് ഒരു ഈ ഗർഭഗൃഹയുടെ ചുറ്റും ഔട്ടർ വാളിന്റെ അവിടെ ഇങ്ങനെ ബാൻഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ദ യൂസ് ഓഫ് ദിസ് മൈറ്റ് ബി ഫോർ ടു ഫിൽ ഇറ്റ് വിത്ത് ദ വാട്ടർ. ദ റൗണ്ട് സ്ട്രക്ചേഴ്സ് ഇസ് യൂസ്ഡ് ആസ് എ ലാമ്പ്. So the walls are painted red and green and orange color. You can see all these paintings on the wall are considered to be of the later period. A dome is supposed to be one single stone, like Brihadeshwar temple. Now we found out that it is like 6 or 8 parts of granite stone, and also the Gangaikonda Cholapuram. இந்த டெம்பிள் ஃபுல்லாக ரவுண்ட் பண்ணி பேரட்ஸ் இருக்காங்க. இவ்வளோ அழகாக இருக்குன்னு தெரியுமா பார்க்குறதுக்கு? செம்ம அழகாக இருக்குது. அதோட ஃபுல் இந்த கோவில் ஃபுல்லாக வந்து அதோட சவுண்டு தான். வாவ். Now it's almost the sunset. It's a beautiful evening sun on the temple. And the best time to visit the temple is the evening after 4 when the temple opens. And we have the pillared halls and also the windows like a sutures window, which is influenced from the contemporary Hoysalas and the Western Chalukya. You can see that entire, and on the bottom or just almost like a feet, we have all these carvings of these gypsies doing the the circus and the gymnastics. All these things are depicted on the bottom part of the platform or the basement. So beautifully done carvings. Even now after all these 800 years, it's been intact and it's been preserved there very much, and it really shows how people has been interacted, as well as the women participation in dance and art forms in those days. And you can see the pregnant women is being helped by the ladies.
നമ്മളിപ്പോൾ ശരഭരേശ്വരർ കോവിലിൻ്റെ അടുത്താണ്. സെപ്പറേറ്റ് ആയിട്ടൊരു സാങ്ക്ടമാണ്. ശരഭരേശ്വര ഈസ് ബേസിക്കലി ഹാവിംഗ് ദ ഫേസ് ഓഫ് ദ ലയൺ ആൻഡ് ദ ബോഡി ഓഫ് എ ബേർഡ് ആൻഡ് ഹാസ് പ്ലേസ്ഡ് ഓൺ ഹിസ് ലാപ്പ് ദ മൈറ്റി Lord Narasimha. And a mandapa has been specially built for the Lord Sarabha and thereafter has been installed in the temples. It's a fusion of man, eagle and the lion to relieve the devas from the fury of Vishnu, who was roaring with the rage in the form of Narasimha after he slew Hiranyakashipu. Seen with 3 legs, the body and face of a lion and a tail, and it has 4 human arms. The upper hand holds an axe, the noose is held in the lower right hand, the deer in the upper left hand and the fire in the lower left hand. Narasimha is shown with 8 arms struggling under Sharabareshwara Murti's feet, and the discus and the conch are shown to have fallen from Narasimha's hand. Maybe it reflects the conflict between Shaivism and Vaishnavism at that particular time in the society. ഇത് നമ്മുടെ കൂവളമാണ്. ഇതെല്ലാ ശിവൻ കോവിലിലും ഈ ഒരു കൂവളം മരം ഉണ്ടാകും. യു കൻ സീ ഫ്രം ഹിയർ. അതിന്റെ കായാണ് നല്ല രസമല്ലേ, സീഡ് കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെ? ഫ്രൂട്ട് പൂജ ചെയ്യാൻ യൂസ് ചെയ്യണത്, ശിവനെ പൂജ ചെയ്യുന്നത് ലീവ്സ്. നമ്മളിപ്പോൾ കോവിലിൻ്റെ അകത്തേക്ക് പോവാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോർ മിനിയേച്ചർ കാർവിങ്സ് നമ്മൾ കാണാം. ഉണ്ടോ ഇതിലൊക്കെ ആ പൂവുള്ള വേറെ ഇതെന്താ ഈ കോൺസെപ്റ്റ് ഇവിടെ? ദ്വാരപാലകര. ആ അന്നപ്പൂർണ്ണ എടുത്തിരിച്ച്. നമ്മളിപ്പോൾ മുഖമണ്ഡപത്തിലാണ്. കണ്ണപ്പ നായനാർ. അർജുന ഈസ് അഗെയിൻ റീബോൺ ആസ് കണ്ണപ്പ നായനാർ ഇൻ കലിയുഗ. സോ കണ്ണപ്പ നായനാർ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കോവിലിൻ്റെ അകത്തേക്ക് പോയിട്ട് തൊഴുതിട്ട് വന്നു. അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല.
but inside is Ardha Mandapa. It's a plain pillars. അകത്ത് ശനീശ്വരനുണ്ട്, ഒരു കോർണറിൽ ശനീശ്വരനുണ്ട്. ഈസ് ഹാവിങ് ദ പ്രിവിലേജ് ഓഫ് സിറ്റിംഗ് ഇൻസൈഡ് ദ സാങ്ക്ടം. അങ്ങനെ നമ്മൾ ഗർഭഗൃഹയിലേക്ക് പോയി. ശ്രീകോവിലിൽ വലിയ ശിവലിംഗം, അത് തൊഴുതിട്ട് തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ കാണുന്നത് മുഖമണ്ഡപത്തിലെ പില്ലേഴ്സാണ്. ആ ഒരു ഗണേശ നർത്തന വിനായകർ, ഒരു ചെറിയൊരു 1 rupee കോയിൻ്റെ അത്ര സൈസിലുള്ള ഒരു വിനായകരാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ദീസ് ആർ കോൾഡ് ദ മൈക്രോ കാവിങ്സ് ഇൻ ധാരാസുരം. ഈവൻ അതിൻ്റെ ആ ഒരു ചെറിയൊരു വട്ടത്തിനകത്താണ് ദേ ഹാവ് ഡൺ ദീസ് കാവിങ്. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഇറ്റ്സ് സോ ഇൻടാക്ട്. അത്രയും കാവിങ്സ് ആ ഒരു പെർട്ടിക്കുലർ പില്ലറിൽ യു ക്യാൻ സീ ഓൺ 4 sides. இது வருஷத்துக்கு ஒரு வாட்டி தான் வரும் அந்த அன்னாபிஷேகம், ஐப்பசி பௌர்ணமி. കാണാൻ പറ്റുന്നുണ്ടോ? അത് മൂവ് பண்ணும்போது தெரியுதுல்ல? അച്ചച്ചോ. Here you can see the bull and the elephant. See, on the left side is the bull and on the right side the elephant. So it's fused together. Rishabha Kunjara. This is what it's called. So when you close this side, so you can see the bull, and when you close this side you see the elephant. So that's a marvel of this Chola construction, all these architecture. It's beautiful miniatures, which is Airavadeshwara temple. Minimum you need at least 2 hours to see this small temple with n number of miniature carvings. ഫ്രണ്ട്സ്, ഞാൻ ദിലീഷ്. ഈ ധാരാസുരം ടെമ്പിൾ ഇറ്റ്സ് അമേസിങ്. ഐരാവതേശ്വര ടെമ്പിൾ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ദ എൻറ്റയർ കാവിങ്സ് ഇൻ ദിസ് ടെമ്പിൾ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ധാരാസുരം വിസിറ്റ് ചെയ്യണം. ഇഫ് യു ആർ കമ്മിങ് ഡൗൺ ടു പോണ്ടിച്ചേരി, then it's easy to come down to Kumbakonam via Kadalur, and it is almost a 2-night stay destination. We have tried to brought you the almost all the minutest details which is there in this temple, including the temple Rahasya, the 7 stones, the musical stones, which is even now it's continued to be having no clue how it has been done. And the carvings, the miniature micro carvings, it's a marvelous work from the Chola kings. The biggest Brihadeshwara, the bigger Gangaikonda Cholapuram, and the big Dharasuram Airavateshwara, which is so unique. You should not miss it. If you really like this, click onto the like button and share it to your friends. If you haven't subscribed it, subscribe ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. ആൻഡ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക so that you get the notification. We are coming out with more travelogues, more interesting things in our videos. So this is all from Delicious Madras. Keep watching us. Bye bye.
வெரி குட். இதான் அந்த காஞ்சிபுரமோட டிசைன்ஸ் Yes, கூட இல்ல? ஆமா. இது வந்து 4800. ஓ சூப்பர், ரொம்ப அழகா இருக்கு. அப்புறம் பல்லு வந்து ஒரு டியூவல் கலர் காம்பினேஷன் வருது இல்ல இதுல? இதோட ஜரி கொஞ்சம் ஜாஸ்தியா இருக்கு. Yes. இது ஒரு எவ்வளவு இருக்கு? 4800. இல்ல சார், இந்த ஜரியோட இது 2 இன்ச் 2.5 இன்ச் இருக்கா? தோல்டா. ஓகே ஓகே, ரொம்ப அழகா இருக்கு.